നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കാലവർഷം കലിതുള്ളി തുടരുന്നു. നാശനഷ്ടങ്ങളുടെ പട്ടികയും അനന്തമായി നീളുന്നു. വൈദ്യുതി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നത് കൊടിയ ദുരിതം. കഴിഞ്ഞ 23 മുതൽ 30 വരെ വൈദ്യുതി വകുപ്പ് വടക്കാഞ്ചേരി ഡിവിഷനിൽ സംഭവിച്ചത് 112 ലക്ഷം രൂപയുടെ നാശനഷ്ടം. 9 ഹൈടെൻഷൻ പോസ്റ്റുകളും 153 ലോ ടെൻഷൻ പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. 2 സ്ഥലത്ത് HT കമ്പികളും 469 ഇടത്തെ LT കമ്പികളും പൊട്ടിവീണു. 350 ട്രാൻസ്ഫോർമറുകൾ ഓഫ് ചെയ്തിട്ടു. വൈദ്യുതി മുടങ്ങിയത് 74,948 കുടുംബങ്ങളിൽ. വടക്കാഞ്ചേരി പുഴയ്ക്കു കുറുകെ കല്ലംകുണ്ടിൽ പതിച്ച മരം ഫയർഫോഴ്സ് അതിസാഹസികമായി നീക്കം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്ന വിശ്വപ്രസിദ്ധമായ ആനയോട്ടത്തിൽ കണ്ണികയാകാൻ ഇനി കൊമ്പൻ ഗോപികണ്ണനില്ല. 9 തവണ കിരീടമണിഞ്ഞ ഗോപികണ്ണൻ ചെരിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആനപ്രേമികൾക്ക് തീരാവേദന സമ്മാനിച്ച് കൊമ്പന്റെ വിയോഗം. മതപ്പാടിനെ തുടർന്ന് കെട്ടും തറയിലായിരുന്ന കൊമ്പൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജഡം കോടനാട് സംസ്കരിച്ചു. നിലമ്പൂർ പോര് മുറുകുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്തിനെ നേരിടാൻ CPM-ന്റെ ജനകീയ മുഖം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ രംഗത്തിറക്കി കളം പിടിക്കാൻ LDF. BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് ധാരണയായില്ല. PV അൻവർ UDF-ന്റെ ഭാഗമാകും. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപനം. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം. ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് മേഖലയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ജീവകാരുണ്യ പ്രവർത്തനം. സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുരളി സ്വാമി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. റാപ്പർ വീടിനെതിരെ വിദ്വേഷ പരാമർശം. കേസരി മുഖ്യ പത്രാധിപർ NR മധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. CPM കിഴക്കേ കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് കേസ്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു മധുവിന്റെ ആരോപണം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പുഴയ്ക്കൽ മേഖലയിലും സമാന്തര പാതയായ കൊട്ടേക്കാട് റോഡിലും ജനങ്ങൾക്ക് ദുരിതയാത്ര. അധികൃതരുടെയും സർക്കാരിന്റെയും ഗുരുതര അനാസ്ഥക്കെതിരെ വൻ പ്രതിഷേധം. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ കേസിൽ ED കുറ്റപത്രം നൽകിയ പട്ടികയിലുള്ള MP കെ രാധാകൃഷ്ണനും MLA AC മൊയ്തീനും പദവികൾ രാജിവെക്കണമെന്ന് ആവശ്യം. BJPയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗം. BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം.
മങ്ങാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറി. മതിൽ പൂർണ്ണമായും കാർ ഭാഗികമായും തകർന്നു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഒഴിവായത് വൻ ദുരന്തം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് റിപ്പോർട്ട്. CITU സ്ഥാപക ദിനാഘോഷം. നാടെങ്ങും പരിപാടികൾ. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ഗവൺമെന്റ് മൃഗാശുപത്രി പരിസരം ശുചീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. KSU സ്ഥാപക ദിനാഘോഷ ദിനത്തിലും വിവിധ പരിപാടികൾ. തെക്കുംകര വനങ്ങാട്ടുകരയിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരനും പുന്നമ്പറമ്പ് ഇന്ദിരാഭവനിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ജാതി സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ സാങ്കേതികത്വം പറഞ്ഞ് അപേക്ഷാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന ആരോപണം. സർട്ടിഫിക്കറ്റ് അവകാശമാണ്, തഹസിൽദാർമാരുടെ ഔദാര്യമല്ലെന്ന് മുദ്രാവാക്യം. കേരളമൊട്ടുക്കും താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി PKS. തലപ്പള്ളി താലൂക്ക് ഓഫീസ് മാർച്ചിൽ പ്രതിഷേധ വിരമ്പി. CPM ഏരിയ സെക്രട്ടറി KD ബാഹുലേയൻ ഉദ്ഘാടനം ചെയ്തു.